ഹായ് ഫ്രണ്ട്സ്, എക്സ്ട്രീം വേവ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുപോലെ ഡബിൾ എക്സ്പോഷർ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഡബിൾ എക്സ്പോഷർ വീഡിയോ പെർഫോമൻസ് കുറഞ്ഞ ചില ഫോണിൽ സിംഗിൾ സ്റ്റെപ്പായി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫോൺ ഹാങ് ആകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ഫോണിലും ഒരുപോലെ ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ 2 സ്റ്റെപ്പായിട്ടാണ് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. കൂടാതെ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ പോയി കൈൻമാസ്റ്റർ എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ആയ ശേഷം കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യുക. പ്ലസ് സിമ്പിൾ സെലക്ട് ചെയ്ത് 16:9 എന്ന ആസ്പെക്ട് റേഷ്യോയിൽ പുതിയ പ്രൊജക്റ്റ് ഓപ്പൺ ആക്കി. ഇനി നമ്മൾ ഫ്രണ്ടിൽ വരാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. ഇതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വീഡിയോ ആയിരിക്കും ഡബിൾ എക്സ്പോഷർ എഫക്റ്റ് ചെയ്യാൻ കൂടുതൽ അനുയോജ്യം. നമുക്ക് ഈ വീഡിയോ ക്ലിപ്പ് കംപ്ലീറ്റ് ആയി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി മാറ്റണം. അതിനായി ക്ലിപ്പ് സെലക്ട് ചെയ്തു, റൈറ്റ് സൈഡിൽ നിന്നും കളർ ഫിൽറ്റർ സെലക്ട് ചെയ്തു. ബേസിക്കിൽ പോയി ബ്ലാക്ക് ആൻഡ് വൈറ്റ് എഫക്റ്റ് കിട്ടുന്ന B18 ഫിൽറ്റർ സെലക്ട് ചെയ്തു. ഫിൽറ്റർ അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ 100% ആണ് കറക്റ്റ്. ഓക്കെ കൊടുത്തു. വീഡിയോ കുറച്ചുകൂടെ കളർ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അതിനായി ക്ലിപ്പ് സെലക്ട് ചെയ്തു, റൈറ്റ് സൈഡിൽ നിന്നും അഡ്ജസ്റ്റ്മെൻറ്റ് സെലക്ട് ചെയ്തു. കോൺട്രാസ്റ്റ് ഫുള്ളാക്കി, ബ്രൈറ്റ്നസ് കുറച്ചു. ഓക്കെ കൊടുത്തു. വീഡിയോ ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഈ ക്ലിപ്പ് സേവ് ചെയ്യണം. വീഡിയോ എക്സ്പോർട്ട് ചെയ്യാനായി റൈറ്റ് ടോപ്പ് കോർണറിലെ ഐക്കൺ ക്ലിക്ക് ചെയ്തു. റെസൊല്യൂഷൻ ഫുൾ HD, ഫ്രെയിം റേറ്റ് 30. ഫുൾ HD റെസൊല്യൂഷനിൽ 30 ഫ്രെയിം റേറ്റ് കൊടുക്കുമ്പോൾ ബിറ്റ് റേറ്റ് മിനിമം 10 Mbps എങ്കിലും കൊടുക്കുക. ഞാനിവിടെ ഫുള്ളാണ് കൊടുക്കുന്നത്. എക്സ്പോർട്ട് സെലക്ട് ചെയ്തു. വീഡിയോ എക്സ്പോർട്ട് ആവുന്നുണ്ട്. നമ്മുടെ സ്റ്റെപ്പ് 1 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എക്സ്പോർട്ട് കംപ്ലീറ്റ് ആയി. ബാക്ക് വന്നു, മീഡിയയിൽ പോയി ബാക്ക്ഗ്രൗണ്ട് വീഡിയോ സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. ഇനി നേരത്തെ ആഡ് ചെയ്ത വീഡിയോ സെലക്ട് ചെയ്തു, ലെഫ്റ്റ് സൈഡിൽ നിന്നും ഡിലീറ്റ് സെലക്ട് ചെയ്തു. സ്ക്രോൾ ചെയ്ത് വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ വന്നു. ഇനി ലെയറിൽ പോയി മീഡിയ എടുത്തു. സ്റ്റെപ്പ് 1 നമ്മൾ എക്സ്പോർട്ട് ചെയ്ത വീഡിയോ സെലക്ട് ചെയ്തു, ക്ലിപ്പ് സെലക്ട് ചെയ്തു. സ്പ്ലിറ്റ് സ്ക്രീൻ ഓപ്ഷനിൽ നിന്നും ഫുൾ സ്ക്രീൻ സെലക്ട് ചെയ്തു. വീഡിയോ ഫുൾ സ്ക്രീനായി. ഇനി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലെയറിന് ഈക്വലായി ബാക്ക്ഗ്രൗണ്ട് ലെയർ ലെങ്ത് ഡ്രാഗ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലെയർ സെലക്ട് ചെയ്തു. റൈറ്റ് സൈഡിൽ നിന്നും ബ്ലെൻഡിങ് സെലക്ട് ചെയ്തു. സ്ക്രീൻ എന്ന ഓപ്ഷൻ എടുത്തു. ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്തു. 100% ആണ് ഇവിടെ കറക്റ്റ്. ഓക്കെ കൊടുത്തു. ഡബിൾ എക്സ്പോഷർ ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിനൊരു ഓഡിയോ ആഡ് ചെയ്യണം. അതിനായി ഓഡിയോ സെലക്ട് ചെയ്തു. ഇനി ഒരു സോങ് സെലക്ട് ചെയ്തു. പ്ലസ് സിമ്പിൾ സെലക്ട് ചെയ്തു. ഓഡിയോ ട്രാക്കിൽ ആഡായി. ഓക്കെ കൊടുത്തു. വീഡിയോ ലെയറിന് ഈക്വലായി ഓഡിയോ കട്ട് ചെയ്യാനായി വീഡിയോയുടെ ലാസ്റ്റ് സ്ക്രോൾ ചെയ്തു. ഓഡിയോ ലെയർ സെലക്ട് ചെയ്തു. റൈറ്റ് സൈഡിൽ നിന്നും ട്രിം സെലക്ട് ചെയ്തു. ട്രിം ടു റൈറ്റ് ഓഫ് പ്ലേ ഹെഡ് സെലക്ട് ചെയ്തു. ഓക്കെ കൊടുത്തു. ഇനി വീഡിയോ പ്ലേ ആക്കി നോക്കാം. അങ്ങനെ സ്റ്റെപ്പ് 2 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഡബിൾ എക്സ്പോഷർ വീഡിയോ റെഡി ആയിട്ടുണ്ട്. വീഡിയോ എക്സ്പോർട്ട് ചെയ്യാനായി റൈറ്റ് ടോപ്പ് കോർണറിലെ ഐക്കൺ ക്ലിക്ക് ചെയ്തു. റെസൊല്യൂഷൻ ഫുൾ HD, ഫ്രെയിം റേറ്റ് 30. ഫുൾ HD റെസൊല്യൂഷനിൽ 30 ഫ്രെയിം റേറ്റ് കൊടുക്കുമ്പോൾ ബിറ്റ് റേറ്റ് മിനിമം 10 Mbps എങ്കിലും കൊടുക്കുക. ഞാനിവിടെ ഫുള്ളാണ് കൊടുക്കുന്നത്. എക്സ്പോർട്ട് സെലക്ട് ചെയ്തു. വീഡിയോ എക്സ്പോർട്ട് ആകുന്നുണ്ട്. ഇതുപോലെ 2 സ്റ്റെപ്പായി ചെയ്താൽ എല്ലാ ഫോണിലും ഡബിൾ എക്സ്പോഷർ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും.
ഈ എക്സ്പോർട്ട് ആവുന്ന വീഡിയോ ഓട്ടോമാറ്റിക്കായി നമ്മുടെ ഫോൺ ഗാലറിയിൽ സേവ് ആവുന്നതായിരിക്കും. വീഡിയോ എക്സ്പോർട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കൈൻമാസ്റ്റർ ക്ലോസ് ചെയ്യാം.